വീഡിയോസ് ഇട്ടപ്പോൾ അതിൽ ഒരുപാട് പേരെന്നോട് കമന്റ് ആയിട്ട് ഫോർമുല മിൽക്കിനെ പറ്റി ചോദിക്കുകയുണ്ടായി. ഒരുപാട് സംശയങ്ങളാണ് അവരോട് ചോദിച്ചത്. അതായത് ഫോർമുല മിൽക്ക് കുട്ടിക്ക് തടി കൂടാൻ കൊടുക്കാമോ, ഫോർമുല മിൽക്ക് കൊടുക്കാൻ കറക്റ്റ് ഏജ് ഉണ്ടോ, ഫോർമുല മിൽക്ക് എത്ര അളവിലാണ് കൊടുക്കേണ്ടത്, അതല്ല ഫോർമുല മിൽക്ക് ബ്രസ്റ്റ് മിൽക്കിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവോ, ഫോർമുല മിൽക്ക് എത്ര നേരം സൂക്ഷിച്ചു വെക്കാനാവും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയത്തിനുമുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും ബെസ്റ്റ് മിൽക്ക്. നമുക്ക് കുട്ടിക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ ഉള്ളത് ബ്രസ്റ്റ് മിൽക്കിലാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റെന്തും വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് മാത്രം കുട്ടിക്ക് കൊടുക്കുക. വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നിനെയും പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. 6 മാസം വരെ കംപ്ലീറ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. പക്ഷെ ചില കണ്ടീഷൻസിൽ അമ്മമാർക്ക് കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാണ്ടാകും. ആ കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ചില അമ്മമാർക്ക് പാലില്ലാതെ വരും, ചിലർക്ക് പാല് കുറവായിരിക്കും, മറ്റു ചിലർക്ക് ചില അസുഖങ്ങൾ മൂലം കുട്ടികൾക്ക് പാല് കൊടുക്കാൻ സാധിക്കാതെ വരും, മറ്റു ചിലർക്കാണെങ്കിൽ ജോലിക്ക് പോകേണ്ടി വരുന്നത് കൊണ്ട് കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ സാധിക്കാതെ വരും. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ മാത്രം നമുക്ക് ഫോർമുല മിൽക്ക് ഒരു പീഡിയാട്രീഷ്യന്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫോർമുല മിൽക്ക് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതുപോലെ കൊടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫോർമുല മിൽക്ക് കറക്റ്റ് റേഷ്യോയിൽ വേണം മിക്സ് ചെയ്യാൻ. കാരണം അങ്ങനെ കറക്റ്റ് റേഷ്യോയിലെല്ലാം മിക്സ് ചെയ്യുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂടും, അല്ലെങ്കിൽ പൗഡറിന്റെ അളവ് കൂടും. വെള്ളത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ കുട്ടിക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ കിട്ടില്ല. അതുപോലെ തന്നെ കുട്ടിയുടെ കിഡ്നിയുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, കുട്ടിക്ക് വെള്ളവും ജ്യൂസും ഒക്കെ കൊടുക്കണമെന്നുള്ളൊരു വീഡിയോയിൽ കുട്ടിക്ക് അധികമായിട്ട് വെള്ളം കൊടുത്താൽ അത് കിഡ്നിയുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുമെന്ന്. അപ്പോൾ അത് തന്നെ ഈ കേസിലും വരും. പൗഡറിന്റെ അളവ് കുറഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് കൂടും. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് ഇത് പ്രോബ്ലം ആവും. അതുപോലെ തന്നെ ഇപ്പോൾ പൗഡറിന്റെ അളവ് കൂടിയാൽ വെള്ളത്തിന്റെ അളവ് കുറയും. അപ്പോൾ കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മിക്സ് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് റേഷ്യോയിൽ തന്നെ മിക്സ് ചെയ്യണം. ആ റേഷ്യോ എന്താണെങ്കിലും നമ്മൾ വാങ്ങുന്ന ഏത് ഫോർമുല മിൽക്ക് ആണെങ്കിലും അതിന്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും കൃത്യമായിട്ട് തന്നെ. അപ്പോൾ കുട്ടിക്ക് ഫോർമുല മിൽക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. അതിൽ കുട്ടിക്ക് എത്ര അളവിലാണ് ഫോർമുല മിക്സ് ചെയ്യേണ്ടതെന്നുള്ളൊരു മെഷർമെന്റ് ടേബിൾ ഉണ്ടാവും. അത് നന്നായിട്ട് പഠിക്കുക. അതനുസരിച്ച് വേണം കുട്ടിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ കറക്റ്റ് റേഷ്യോയിൽ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് പല ഇൻഫെക്ഷൻസും വരാനുള്ള സാധ്യതയുണ്ട്. അതായത് കഫക്കെട്ടൽ പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ. അതുപോലെ തന്നെ കറക്റ്റ് റേഷ്യോയിൽ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് കാൽസ്യത്തിന്റെയും അയണിന്റെയും ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും കറക്റ്റ് റേഷ്യോയിൽ മിക്സ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് വാവയ്ക്ക് വാങ്ങിയ ഫോർമുല മിൽക്കിന്റെ കവറിൽ അതിന്റെ മെഷർമെന്റ് റേഷ്യോ കൊടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരാം. വാവയ്ക്ക് ഞാൻ ഇതുവരെ ഫോർമുല മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഒരു 7-8 മാസമായപ്പോൾ അവന് കുറുക്കിന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഫോർമുല മിൽക്ക് വാങ്ങിയത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഫീഡിംഗ് ടേബിൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര സ്കൂപ്പ് പൗഡർ എത്ര അളവ് വെള്ളത്തിനകത്ത് ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഏത് ഫോർമുല മിൽക്ക് ആണെങ്കിലും അതിന്റെ പുറകിൽ ഇതുപോലൊരു ടേബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ എന്താണെങ്കിലും അത് ശ്രദ്ധിച്ച് കറക്റ്റ് റേഷ്യോയിൽ തന്നെ മിക്സ് ചെയ്യുക. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫോർമുല മിൽക്ക് വാങ്ങുമ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. എക്സ്പയറി ഡേറ്റ് നോക്കി മാത്രമേ ഫോർമുല മിൽക്ക് വാങ്ങാൻ പാടുള്ളൂ. അത് ഓൺലൈൻ ആണെങ്കിലും അല്ല നമ്മൾ നേരിട്ട് വാങ്ങുകയാണെങ്കിലും എന്താണെങ്കിലും എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണെങ്കിൽ ഒരിക്കലും അത് കുട്ടിക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള കാരണമാകും. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫോർമുല മിൽക്കിന്റെ ബോട്ടിലോ അല്ലെങ്കിൽ പാക്കറ്റോ അത് എന്താണെങ്കിലും അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ 3 വീക്സിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ 3 വീക്സോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റോ അതിൽ ഏതാണ് ഏറ്റവും ആദ്യം വരുന്നത് ആ ഡേറ്റിൽ വെച്ച് അതിന്റെ ഉപയോഗം നിർത്തണം. അതായത് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേറ്റിനാണ് വാങ്ങിയത്, 2 ആഴ്ച കഴിയുമ്പോൾ അതിന്റെ എക്സ്പയറി കഴിയുകയാണ്. അപ്പോൾ ആ എക്സ്പയറി ഡേറ്റ് കഴിയുന്നിടത്ത് വെച്ച് നമ്മൾ അതിന്റെ ഉപയോഗം നിർത്തണം. അല്ലാണ്ട് അത് പൊട്ടിച്ച് കഴിഞ്ഞ് 3 വീക്സ് ഉപയോഗിക്കാമെന്ന് വെച്ച് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഒരാഴ്ച കൂടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എക്സ്പയറി ഡേറ്റോ അല്ലെങ്കിൽ 3 വീക്സോ അതിൽ ഏതാണോ ആദ്യം വരുന്നത് ആ ഡേറ്റിന് വെച്ച് ഉപയോഗം നിർത്തുക. അത് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചാൽ കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുട്ടി എത്ര അളവിലാണ് കുടിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള പാക്കറ്റ് വാങ്ങിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി കുറച്ച് അളവിലാണ് കുടിക്കുന്നതെങ്കിൽ 200 ഗ്രാമിന്റെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതല്ല കംപ്ലീറ്റ് ഫോർമുല മിൽക്ക് ഫീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് 400 ഗ്രാമിന്റെയോ അല്ലെങ്കിൽ 500 ഗ്രാമിന്റെയോ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കാം. അങ്ങനെ കുട്ടിയുടെ ഉപയോഗം അനുസരിച്ച് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ കാര്യം, കുട്ടിക്ക് എത്ര അളവിലാണ് ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടതെന്നാണ്. ഇപ്പോൾ 6 മാസത്തിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഫോർമുല മിൽക്ക് ഫീഡിംഗ് ആണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതിന്റെ അതേപോലെ തന്നെ വേണം ഫോർമുല കൊടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ 2 മണിക്കൂർ ഇടവിട്ടാണ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതെങ്കിൽ അതേ 2 മണിക്കൂർ ഇടവിട്ട് കുട്ടിക്ക് ഫോർമുല മിൽക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓൺ ഡിമാൻഡിലും കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് ആണെങ്കിൽ കുട്ടി ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് നമ്മൾ കൊടുക്കാറില്ലേ, അതുപോലെ തന്നെ ഫോർമുല ഫീഡിങ് ചെയ്യുക.
6 മാസത്തിന് ശേഷമുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ ഫുഡിനനുസരിച്ച് ഫോർമുല മിൽക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യനുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാം. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യന് കുട്ടിയെ കണ്ടിട്ട് കുട്ടിയുടെ വിശപ്പ് അനുസരിച്ചൊക്കെ കറക്റ്റായിട്ട് അതിന്റെ ടൈമും അതിന്റെ അളവും ഒക്കെ പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണേലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 5ാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോർമുല മിൽക്ക് എടുക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ കംപ്ലീറ്റ് ആയിട്ടും വൃത്തിയായിരിക്കണം. കൈ മാത്രമല്ല, ഉപയോഗിക്കുന്ന പാത്രങ്ങളും സ്പൂണും അതുപോലെ ഫീഡിംഗ് ബോട്ടിലും എല്ലാം കംപ്ലീറ്റ് സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ നേരവും നിങ്ങൾ കുട്ടിക്ക് ഫോർമുല മിക്സ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം വൃത്തിയാണെന്നൊന്ന് ഉറപ്പുവരുത്തിയേക്കുക. അതുപോലെ തന്നെ ഫോർമുല മിൽക്കിന്റെ കൂടെ നമുക്കൊരു സ്കൂപ്പ് കിട്ടും, അതായത് ഒരു ചെറിയ സ്പൂൺ. ആ സ്പൂണിന്റെ അളവിനനുസരിച്ചാണ് നമ്മൾ ഫോർമുല മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്പൂൺ എപ്പോഴും ആ മിൽക്ക് പൗഡറിന്റെ കൂടെ ഇട്ടേക്കരുത്. ആ സ്പൂൺ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് കഴുകി സ്റ്റെറിലൈസ് ചെയ്ത് മാറ്റി വെച്ചേക്കുക. അടുത്ത പ്രാവശ്യവും ഫോർമുല മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ അത് സ്റ്റെറിലൈസ് ചെയ്തെടുത്തതിന് ശേഷം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും അത് വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കുക. അല്ലാതെ അത് മിൽക്ക് പൗഡറിൽ ഇട്ട് വെക്കരുത്. അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ ഫോർമുല മിൽക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം 5 മിനിറ്റ് നേരം കൃത്യമായിട്ട് തിളപ്പിച്ചിരിക്കണം. എങ്കിലേ അതിലുള്ള അണുക്കളൊക്കെ നശിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അത് ഫോർമുല മിക്സ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാനും 5 മിനിറ്റ് തിളപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർമുല മിൽക്ക് പൗഡർ കൂൾ, ഡ്രൈ ആൻഡ് ഡാർക്ക് പ്ലേസിൽ വേണം സൂക്ഷിച്ചു വെക്കാൻ. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്നിടത്തൊന്നും ഇത് വെക്കരുത്. ഒരു അലമാരയ്ക്കുള്ളിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതുപോലെ തന്നെ ഞാൻ കാണിച്ച പോലത്തെ പാക്കറ്റിലാണ് ഫോർമുല വാങ്ങിക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് നിങ്ങളൊരു ടിന്നിലേക്ക് മാറ്റി നല്ല ടൈറ്റ് ആയിട്ട് അടച്ച് സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നിങ്ങൾ ഫോർമുല മേടിക്കുമ്പോൾ ടിന്നിൽ മേടിക്കുക. അതിനുശേഷം നമുക്ക് ലൂസായിട്ട് പാക്കറ്റിൽ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് ആ ടിന്നിലേക്ക് ഇറക്കി വെക്കാനാവും, അതിന്റെ തന്നെ ടിന്നിൽ. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ജാറിലൊക്കെ അടച്ച് അലമാരയ്ക്കുള്ളിൽ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് വേണ്ടി ഫോർമുല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് 30 മിനിറ്റിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുട്ടി ഫീഡ് ചെയ്തില്ല, കുട്ടി ഉറങ്ങിപ്പോയെന്ന് വിചാരിക്കുക. കുട്ടി ഉറങ്ങി എണീറ്റതിന് ശേഷം അത് കൊടുക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കുട്ടി കുടിക്കാതെയാണ് ഉറങ്ങിയെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ കുട്ടി എണീറ്റില്ല എങ്കിൽ അത് കളഞ്ഞേക്കുക. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. 30 മിനിറ്റിൽ കൂടുതൽ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നാൽ കുട്ടിക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുട്ടി ഇപ്പോൾ ഒന്ന് സിപ്പ് ചെയ്തിട്ടാണ്, അതായത് ഒന്ന് കുടിച്ചിട്ടാണ് ഉറങ്ങിയതെങ്കിൽ അത് പിന്നീട് അതിന്റെ ബാക്കിയുള്ള പോർഷൻ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. 10 മിനിറ്റ് ആണ് മാക്സിമം ടൈം. ആ 10 മിനിറ്റിന് ശേഷം ബാക്കിയുള്ള ഫോർമുല കളഞ്ഞേക്കണം. അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം കുട്ടിയുടെ സലൈവയിലുള്ള ബാക്ടീരിയ ആ ഫോർമുല മിൽക്കിൽ കലർന്നിട്ടുണ്ടാവും. അത് പെട്ടെന്ന് ആ ഫോർമുല മിൽക്ക് ചീത്തയാവാനും അതുവഴി കുട്ടിക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം. കുട്ടി സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിലും. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ കളഞ്ഞേക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. എല്ലാ കുട്ടികൾക്കും എല്ലാ ഫോർമുല മിൽക്കും ശരീരത്തിന് പിടിച്ചെന്ന് വരില്ല. ചില കുട്ടികൾക്ക് ചില ഫോർമുല മിൽക്ക് അലർജി ഉണ്ടാക്കും. അപ്പോൾ ആ അലർജീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ കുട്ടികൾ ഫീഡ് ചെയ്തതിന് ശേഷം അധികമായിട്ട് വൊമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡയറിയ ഉണ്ടാവും. അതുപോലെ ഫീഡ് ചെയ്തതിന് ശേഷം അധികമായിട്ട് കുട്ടി കരയുക, കുട്ടിക്ക് എക്സ്ട്രാ ഗ്യാസ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുക. അതൊക്കെ കുട്ടിക്ക് ആ ഫോർമുല മിൽക്കിനോട് അലർജി ഉണ്ടെന്ന് കാണിക്കുന്ന സൂചനകളാണ്. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഫോർമുല മിൽക്ക് മാറ്റി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അമിതമായിട്ട് വൊമിറ്റിങ്ങും ഡയറിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടിക്ക് ഉപയോഗിക്കുന്ന ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അത് സ്റ്റെറിലൈസ് ചെയ്താൽ മാത്രം മതി. അല്ല നിങ്ങൾ പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് എപ്പോഴും BPA ഫ്രീയും അതുപോലെ ഹൈ പ്ലാസ്റ്റിക് ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ വാവയ്ക്ക് ഇതുവരെ ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. വാവയ്ക്ക് ഇപ്പോൾ 11 മാസമായി. അപ്പോൾ 1 വയസ്സ് കഴിയുമ്പോൾ ഞാൻ ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ബോട്ടിൽ വാങ്ങിയതായത് അവന്റിന്റെ നാച്ചുറൽ ഫീഡിംഗ് ബോട്ടിലാണ് ഞാൻ വാങ്ങിയത്. ഇത് 260 മില്ലിയുടെ ബോട്ടിലാണ്. ഞാൻ ഈ ബോട്ടിലിന്റെ റിവ്യൂ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഇത് കോളിക് ഫ്രീ ബോട്ടിലാണ്. അതായത് കുട്ടികൾക്ക് പാല് കുടിക്കുമ്പോൾ ഉള്ളിൽ ഗ്യാസ് പോയിട്ടുണ്ടാകുന്ന വയറുവേദനയൊക്കെ ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാവില്ലെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതായത് ഇത് കോളിക് ഫ്രീ ആണ്, കോളിക് ഫ്രീ ബോട്ടിലാണ്. ഇതിൽ ആന്റി കോളിക് വാൽവ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും ഞാൻ ചെയ്ത റിവ്യൂ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഇതാണ് അവന്റിന്റെ ബോട്ടിൽ. ഇത് നമുക്ക് കുട്ടിക്ക് പിടിച്ച് ഫീഡ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഔൺസ് ഫോമിലും മില്ലി ഫോമിലും ഒക്കെ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ മെഷർമെന്റ് നോക്കി തന്നെ കുട്ടിക്ക് ഫോർമുല മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ നിപ്പിൾ വന്നിട്ട് സിലിക്കൺ നിപ്പിളാണ്. അപ്പൊ നമ്മൾ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് നിപ്പിൾ മാറ്റി കൊടുക്കണം. അതായത് ഇപ്പോൾ ഈ പാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. 1 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് 1 ഹോള് മതിയാവും. 1 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് 2 ഹോളും 3 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് 3 ഹോളും 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് 4 ഹോൾ. അങ്ങനെയാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. അപ്പോഴാണ് കുട്ടിക്ക് കറക്റ്റ് ഫ്ലോയിൽ മിൽക്ക് കിട്ടുള്ളൂ. അധികമായിട്ടൊന്നും ഉള്ളിൽ ചെല്ലില്ല. അത് നിങ്ങൾ എന്താണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അവന്റിന്റെ ആയതുകൊണ്ട് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, BPA ഫ്രീ ആണ്. അപ്പൊ എന്താണെങ്കിലും ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ ഇതുവരെ ഫോർമുലയൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, 1 വയസ്സ് കഴിയുമ്പോൾ കൗസ് മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിലും ഇത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. ഇതിന്റെ ചെറിയ ബോട്ടിലും അവൈലബിൾ ആണ്. അതായത് ഒരു 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് 120 ml ഒക്കെ മതിയാവുമല്ലോ.
അപ്പോൾ ആ 120 ml ബോട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഹൈ ക്വാളിറ്റി ഉള്ള ബോട്ടിൽ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരുപാട് പേരെന്നോട് ചോദിച്ചിരുന്നു ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമുല മിൽക്ക് ഏതൊക്കെയാണെന്ന്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് 3 റെക്കമെൻഡ് ചെയ്യാം. എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രീഷ്യനോട് കൺസൾട്ട് ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് ഒന്നാമതായിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ളത് സിമിലാക്ക് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഫോർമുല മിൽക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് സിമിലാക്ക് ആണ്. രണ്ടാമത്തത് എൻഫാമിൽ പ്രീമിയം ആണ്. മൂന്നാമത്തത് ഞാനിപ്പോൾ കാണിച്ച ഞാൻ പ്രോ. ഞാൻ ഭാവിക്ക് സിമിലാക്ക് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് സിമിലാക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രമേ ഞാൻ പ്രോ വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്നില്ലെങ്കിൽ ഇതൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വാങ്ങുക. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഫോർമുല മിൽക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഫോർമുല മിൽക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം കുട്ടിക്ക് ഫോർമുല മിൽക്ക് ഉണ്ടാക്കാനുള്ള വെള്ളം 5 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക. അതുപോലെ തന്നെ ബോട്ടിൽ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. 5 മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ചൂടാറിക്കഴിഞ്ഞ് ഒരു പകുതി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഫ്ലാസ്കിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് നമുക്ക് ഫോർമുല മിൽക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഫോർമുല മിൽക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഫ്ലാസ്കിലെടുത്ത് വെച്ച ലൂക്ക് വാം വാട്ടർ, അതുപോലെ തന്നെ ഫീഡിംഗ് ബോട്ടിൽ, അതുപോലെ ഫോർമുല മിൽക്ക് പൗഡർ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റെറിലൈസ് ചെയ്ത സ്കൂപ്പ്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ആദ്യം കുട്ടിയുടെ ഫീഡിംഗ് ബോട്ടിൽ ഓപ്പൺ ചെയ്യുക. അതിൽ ഔൺസ് രൂപത്തിലും അതുപോലെ തന്നെ മില്ലി രൂപത്തിലും മെഷർമെൻ്റ് എഴുതിയിട്ടുണ്ട്. അത് നോക്കി അതിലേക്ക് വെള്ളം എടുക്കണം. ഞാനിപ്പോൾ 120 ml നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ പ്രോ ഫോർമുല മിൽക്ക് പൗഡറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1 ഔൺസിന് 1 സ്കൂപ്പ് വെച്ചാണ്. 1 ഔൺസ് എന്ന് പറയുമ്പോൾ 30 മില്ലി. അപ്പോൾ ഞാനിപ്പോൾ 120 ml വെള്ളം എടുക്കുന്നത്. അപ്പോൾ 120 ml എന്ന് പറയുമ്പോൾ 4 ഔൺസാണ് വരുന്നത്. അപ്പോൾ 4 ഔൺസിന് 4 സ്കൂപ്പ്, അങ്ങനെയാണ് കണക്ക് വരുന്നത്. കണ്ടില്ലേ, 120 ml ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും 4 സ്കൂപ്പ് ഫോർമുല മിൽക്ക് പൗഡർ എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം ഉടനെ തന്നെ ഫ്ലാസ്ക് അടച്ചു വെക്കണം കേട്ടോ, എന്നാലാണ് കുട്ടിക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാതിരിക്കുകയുള്ളൂ. ഇനി ആ 4 സ്കൂപ്പ് പൗഡർ ഒട്ടും കൂടാതെയും ഒട്ടും കുറയാതെയും ആ വെള്ളത്തിലേക്ക് ഇടുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്കൂപ്പ് നല്ലോണം സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കുക. ഇനി കുട്ടിയുടെ ഫീഡിംഗ് ബോട്ടിൽ നന്നായിട്ട് ക്ലോസ് ചെയ്യുക. ഇനി നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഒരുപാട് നേരം ഷേക്ക് ചെയ്യുക. എന്നാലാണ് വെള്ളവുമായിട്ട് ഫോർമുല മിൽക്ക് പൗഡർ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. നന്നായിട്ട് മിക്സ് ആയില്ലെങ്കിൽ കുട്ടിക്ക് പല ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. കുട്ടിക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചധികം നേരം ഷേക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നന്നായിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്യാപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കയ്യിലേക്ക് 2 തുള്ളി വീഴിക്കുക. അപ്പോൾ നമുക്കത് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ നന്നായിട്ടത് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്യാപ്പ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് കുട്ടിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് 30 മിനിറ്റിനുള്ളിൽ കുട്ടിക്ക് ഉപയോഗിക്കണം. കുട്ടി സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിലും. അതിനുശേഷം ബാക്കി മിച്ചം വരുന്നത് നമുക്ക് കളയാം. അപ്പോൾ ഫോർമുല മിൽക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സംശയങ്ങളൊക്കെ കവർ ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫോർമുല മിൽക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംശയങ്ങളിൽ കൂടെയൊക്കെ ഞാൻ കടന്നുപോയല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.